ടാറ്റാ ഞങ്ങള് പോവാ വ്ളോഗ് ഇല്ല വരുന്നവർക്ക് മാത്രം ഐസ്ക്രീം ഉള്ളൂ ഐസ്ക്രീം വേണമെങ്കിൽ വന്നോളൂ സിപ്പപ്പ് അപ്പൊ ഓക്കെ സിപ്പപ്പ് ഞങ്ങൾ നമുക്ക് സിപ്പപ്പ് വാങ്ങട്ടാ അപ്പൊ ഓക്കെ ശരി ഞങ്ങൾക്ക് ആഘോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ എല്ലാവരും വിചാരം നമ്മളിങ്ങനെ ഞങ്ങൾക്ക് അടിക്കാണ്ട് തന്നെ ആഘോഷിക്കാറിയ അങ്ങനെ നന്നത്തെ ഡാൻസ് ഉണ്ട് എല്ലാവരും അടിച്ചു ഞാൻ അടിച്ചിട്ടൊന്നും പറ്റിയിട്ടുണ്ട് അയ്യോ മണി എടുത്തില്ല കാശ് എടുത്തില്ല നയാ പൈസ ഇല്ലോ കയ്യില് നയാ പൈസ എന്തോന്ന് പെടച്ചലാണ് ലൈവിറ്റങ്ങൾക്ക് അങ്ങനെ വിചാരിക്കണ്ടാവും കാണുന്നവർക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് ഞങ്ങൾ വീഡിയോക്ക് വേണ്ടി പോസ് ചെയ്തിട്ട് ചെയ്യണതൊന്നല്ല ഇതൊന്നല്ല ഇതിന്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾ മീന് കരിപ്പിടി മീനെ കരയിലിട്ടുള്ള പെടച്ചലില്ല അതുപോലെ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് തിമിർത്ത് കൂടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ എല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പൊ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കടയിൽ ഞങ്ങൾ കയറി പറമ്പിലേക്ക് പോണേക്കാളും മുമ്പ് കുറിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഒക്കെ കൂടി പൊട്ടിച്ചു കഴിഞ്ഞ കാശ് തന്നെ കൊടുത്തോട്ടാ കുറുക്കുറിയാ വേണ്ട അതിന് മേറിന്റെ തള്ളി കൊടുത്തേ കൊറേ നേരം കാറിൽ കയറിപ്പോ തൊടിയില്ല മേറിന്റെ എന്തുട്ടാ മേറിന്റെ ഇത്ര വലിയ സേവനപ്പൊ നല്ലത് രണ്ടെല്ലാം പൊട്ടന്നെയാ കുഞ്ഞപ്പനെ എന്ത് പാപ്പ വേണ്ടത് കുഞ്ഞപ്പ പാപ്പ വേണ കുഞ്ഞപ്പ പാപ്പ വേണ കുഞ്ഞപ്പനെ പാപ്പ കൊടുക്കടി മതിയടി ഇതില് വലുതൊന്നൊന്നുമില്ല ഒക്കെ വയസ്സ് തന്നെ എല്ലാത്തിനും ദേ അവൾക്ക് പോലും എത്ര കാലായി ഞാൻ ചെറുപ്പത്തിന്റെ ഇവരുടെ പ്രായത്തിൽ വന്നത് അവിടേക്ക് അന്ന് വന്നതില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്റെ അമ്മോ അങ്ങനെ ഒരു വിധത്തിൽ ഇവറ്റകളെ കടയെന്നൊന്ന് ഇറക്കി കിട്ടി കുറച്ചധികം ചിപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അത് കൊറിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും വായ അടയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി അധികം കൂടുതൽ വാങ്ങിച്ചു കൊടുത്തത് ഈ സാധനമൊക്കെ പൊട്ടയാണ് പക്ഷെ വല്ലപ്പോഴൊക്കെ ആവാം പക്ഷെ എപ്പോഴാവരുത് കേട്ടാ അതാണ് പിന്നെ ഞങ്ങള് ഇപ്പൊ പറമ്പിലേക്കൊക്കെ പോണ് വൈകുന്നേരം ആവണുള്ളൂ അപ്പം അതിനു മുമ്പ് പറമ്പിലേക്ക് ഒന്ന് ചുറ്റിക്കൊക്കെ ഇറങ്ങി വന്നിട്ട് സന്ധ്യക്കാണ് ഞങ്ങൾ ഉത്സവപ്പറമ്പിലേക്ക് പോണ് പിന്നെ രാത്രിയിലത്തെ അംഗങ്ങള് അതൊരു വേറെ ദൃശ്യങ്ങളാട്ടാ പിന്നെ ഉത്സവപ്പറമ്പിൽ എത്തിയിട്ടൊരു അംഗം ഇവിറ്റങ്ങളുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് കയ്യില് ക്യാഷ് എത്ര കരുതിയാലും അത് മതിയാവില്ല അത്ര അധികം ക്യാഷ് ഉണ്ടെങ്കിൽ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതൊരു നമുക്കൊരു രസമല്ലേ വല്ലപ്പോഴൊക്കെ കിട്ടണതല്ല അതുകൊണ്ട് പറമ്പിൽ പോയി കഴിഞ്ഞിട്ട് ഒരു രാത്രിയോട് കൂടിയാണ് ഞങ്ങൾ ഉത്സവ പറമ്പിൽ പോകണം അത് പാർട്ട് 3 അത് കാണാൻ മറക്കരുത് പണ്ടത്തെ മരുന്ന ജാതിക്ക് തോട്ടങ്ങൾ നിറച്ചിട്ടുണ്ട് ഇവിടെ ഒരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ എടി വാറുക കുറച്ച് വീടുകൾ കൂടി അല്ലാണ്ടൊന്നും വൃത്തിയായി തോന്നുന്നില്ല അല്ലടി പണ്ടത്തെ ജാതിക്ക് തോട്ടം അല്ലേ പണ്ടത്തെ ആ ഒരു ഭംഗി ഇവിടെ നിൽക്കുന്നുണ്ട് പണ്ട് ഞങ്ങള് വെക്കേഷൻ അമ്മായിരെ വീട്ടിലേക്കാണ് ഇത് ആകെ കൂടി വരുന്ന അമ്മായിരെ വീടാണിത് ഇവിടെ നല്ല രസം കാണാൻ പണ്ടും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ കുറച്ച് വീടുകളൊക്കെ അധികമായി അപ്പൊ കുറച്ച് ഒരു ക്രൗഡഡ് ഏരിയ ആയിട്ടുള്ളൂ എന്നാ പോലും അത്ര അങ്ങോട്ട് ആയിട്ടില്ല ഇതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പറമ്പുകളാണ് കൂടുതൽ അപ്പൊ ഞങ്ങള് ഒരു വീട്ടിലേക്ക് മറ്റേ വീട്ടിലേക്കൊക്കെ പോണത് പറമ്പിക്കോടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കടന്നിട്ടൊക്കെയാണ് വീടുകളിലേക്കൊക്കെ അവരവരുടെ വേറെ വേറെ
റൈഡുകളിലേക്കൊക്കെ പോകുന്നത്. അതൊക്കെ ഒരു രസമായിരുന്നു അന്നും. ഇപ്പം ഇതുപോലെ ഇതൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ പണ്ട് ഓടി നടന്നൊക്കെ ഒരു കണക്കില്ല. ഏത് കാട്ടുമുക്കി പോയാലും ഓടി കളിച്ചൊക്കെ രാത്രി ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് വീട്ടിലേക്ക് വരാം. ഓടി കൊന്ന പൂവത് ഏത് കൊന്നാന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ലേ. കാണിക്കൊന്നല്ലേ? ആ ശീമക്കൊന്നല്ലേ? കാണിക്കൊന്ന മഞ്ഞല്ലേ? ഇതൊക്കെ മാമന്റെ പറഞ്ഞ മാമൻ പറമ്പിക്കുന്നു പണ്ട് പോയിട്ട്. എവിടെ മാമൻ? പയറൊക്കെ എവിടെ നിക്കണ്ട്? പയറ് ഇതൊക്കെ പയറാണ്. ചക്ക ഒരു ചക്ക മാത്രം ഉണ്ടായിക്കിന്. ഒരല്ലടി ഇതേ അതിന് മുകളിൽ ഒരെണ്ണുണ്ട്. ഇതെങ്ങനെ നിങ്ങൾ കടന്നത്? ദൈവമേ, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴത്. എന്തുട്ടാണ്? അയ്യോ മാർക്കിസ്റ്റ് പോയേട്ട്. ഞാൻ എന്റെ കൈമ പിടിക്ക്. ഇതിന്റെ ഉള്ളിൽ മീനുണ്ടാ? ഫോണടക്കം ഞാൻ വീഴും. ഒരു ആ നല്ല രസമുണ്ട്. ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ഫോൺ ഇതും കൂടി പിടിക്കാൻ പറ്റില്ല. ഇതെന്തുണ്ട്? മത്തങ്ങയാ? മത്തങ്ങ ഉണ്ടായിക്കിന് പൊട്ടിക്കളി ഇതിന്റെ ഉള്ളില്. ഹായ് മത്തങ്ങ, സൂപ്പർ മത്തങ്ങ. രണ്ട് വീഴ്ച ഞാൻ വീണുട്ടപ്പോ. ആ ഇത് ഫുള്ള് പാപ്പന്റെ അല്ല മാമന്റെ പറഞ്ഞ പയറ്. എന്തോര് പയറാ, കൊറേ ഉണ്ട് ഇവിടെയൊക്കെ പയറാ. അല്ല നിങ്ങൾ എങ്ങിട്ട പോണ്? ഇത് തോടാ? ഹായ് അരുവി. ഞാൻ അവിടെ ഉണ്ട്. ഒരാളെ ഇറങ്ങി കാണിച്ചു തരും ഒന്ന്. നീ എന്നെ ഒന്ന് എടുക്കുക. ഞാൻ മാത്രം എന്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല. നിങ്ങൾ കുടിക്കാൻ പറ്റും വെള്ളം? ഒന്ന് പിടിച്ചേടി, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ എടുക്കട്ടെടാ. ചെരുപ്പൂരട്ടാ, കാലുമേലും കുത്തും. നീ ഊരിക്കോ. നീ ചാടാൻ പോവാണ്. വെള്ളം കാണാണ്ട് കിടക്കണ മരുണ്ട്. അത് വേണ്ടാട്ടാ, അത് വേണ്ടാട്ടാ. അതില ഇത്ര പക്ഷെ നിറച്ച് വെള്ളം നല്ല ക്ലിയർ വെള്ളം. എന്താ ഭയങ്കര മര്യാദ വീഡിയോ അതിനെ മാറ്റിയത് പൂതനകള്. വീഡിയോ എടുത്തേ. ഓ ചിറ്റാന്റെ മോള് ഫൈറ്റിംഗ് വാട്ടർ. ഇനി നിന്റെ പുതിയ ഡ്രസ് ആട്ടാ, അമ്മ ചീത്ത അറിയും. ചിറ്റാ റണ്ണിങ് ടു ദ പൂൾ. ചിറ്റയുടെ ക്ലോസ് മോബ്സ്
മേത്തിക്ക് വെള്ളം അങ്ങനെ കുറച്ച് മോത്തിക്ക് വെള്ളം ഒക്കിരി മേത്തിക്ക് ആക്കണ്ട മോത്തിക്ക് ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം. അപ്പൊ എനിക്കോ നോക്കി എന്റെ ഡ്രസ് നീ അയ്യോ നമ്മളെ അമ്മേനെ കാണാൻ എന്തൂട്ട അമ്മയും വാഴപ്പറമ്പിൽ ഇങ്ങനെ ഇരിക്കണേ. ആര വീണതടി എടുക്കും നീ അങ്ങനെ വീഴാന്ന് എന്നെ വിളിക്കണ്ടേ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കൂലേ മന്ദവതി. ഈ വാഴത്തോപ്പൊക്കെ മാമന്റെ വീണത് കണ്ടില്ല നിന്റെ കയ്യമ്മൊക്കെ ചെളി കുഞ്ഞ് നിന്റെ കുഞ്ഞ 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 നോക്കി കുഞ്ഞ തല്ലോ വാ പൂവാ 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 മതിട്ടാ മതിട്ടാ. കുഞ്ഞനടഞ്ഞു കുഞ്ഞനടഞ്ഞ് കുഞ്ഞനെ പോവാണ്ടടഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടായില്ലെങ്കിൽ എല്ലാറ്റിങ്ങളുടെയും കോലവും മാറും. അവിടെ എത്തുമ്പോ എല്ലാറ്റിങ്ങൾക്കും അടിയും കിട്ടും അമ്മേരെ കയ്യിൽ നിന്ന്. കാരണം ഇവിടെ ചെളിയില് കൂത്തി മറഞ്ഞ് അടിച്ച് പിടിച്ച് വീണ് ദേ കുഞ്ഞനാണെങ്കിൽ സമ്മതിക്കണില്ല ഇവിടുന്ന് പോവാൻ വെള്ളത്തിൽ ഇറങ്ങാണ്ട്. അപ്പൊ എല്ലാറ്റിങ്ങളെയും കൊണ്ട് ഇപ്പൊ തന്നെ പോവാ. അതാ ഏറ്റവും നല്ലത് നമ്മുടെ തടിക്ക്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് വീട്ടിലുള്ള അമ്മരെയും നല്ല എനിക്ക് നല്ല. പിന്നെ എനിക്കും അതെ ഒരു ജാതി ചൊറിച്ചലൊക്കെ വരുന്നു. ആ വെള്ളത്തിലൊക്കെ കുത്തി മറിഞ്ഞിട്ടേ വെള്ളമൊക്കെ എന്റെ മേത്തേക്ക് കയറിഞ്ഞിട്ട് എനിക്കൊരു ചൊറിച്ചലൊക്കെ ഫീൽ ചെയ്യുന്നു. Yes, yes, my grandfather. And in the season of the rambutan, there will be so many കഴിഞ്ഞു. വ്യൂവേഴ്സിനൊക്കെ എല്ലാം മനസ്സിലായിട്ടാ റംബൂട്ടാനോ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. കൂടുതൽ നേരം ഇവന്മാരെ നിർത്തി കഴിഞ്ഞ് ഇംഗ്ലീഷ് കേട്ട് ഞാൻ തലയിട്ട് വീഴും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. കാര്യം സീരിയസ് ആയിട്ട് അവർ നല്ലോണം ഇംഗ്ലീഷൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു എന്നെക്കാളൊക്കെ അവർക്ക് നല്ല വ്ളോഗർ ആവാനായിട്ട് പറ്റിയ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ രണ്ടാൾക്കും. നല്ല രസമാണ്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോഴേ അവർ നല്ല ആക്റ്റീവായിട്ടൊക്കെ എന്നോട് എൻ്റെ കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഒരാളുടെ പേര് ഞാൻ വീട്ടിലൊക്കെ വിളിക്കുന്നത് കുഞ്ഞാറ്റ, കിണി എന്നാണ് രണ്ടുപേരും വിളിക്കുന്നത്. രണ്ടാളും നല്ല മിടുക്കി കുട്ടികളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണവരെ ഭയങ്കര. പിന്നെ ഇവരെ മാത്രമല്ല എൻ്റെ അനിയത്തി എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഇടയ്ക്ക് അവൾ എടുത്തു തരും. പിന്നെ ഓരോ കാര്യങ്ങളായാലും ആൾക്ക് ചമ്മലാണ് വീഡിയോയ്ക്ക് മുമ്പിൽ വരാം. എന്നാൽ ഇപ്പൊക്കെ കുറച്ചൊക്കെ ചമ്മലൊക്കെ മാറി ആൾ ആക്റ്റീവായി. പാലം, നമ്മുടെ പാലം. കുഞ്ഞാ വായ ഓടിവാ ഓടിവാ കുഞ്ഞാ. ഏത് കൊടയൊക്കെ പോവാ ദൈവമേ. വല്ല എന്റെ കഴിയുമ്പോ പ്രസ് ചെയ്യണം. നല്ല സാധനം എന്തോന്നുണ്ട്. അതെടുത്തിട്ട് എന്റെ കൈമാക്കിയ എന്റെ അതാ വില വെക്കുന്നു. എന്റെ നിക്കടി പൊട്ടിക്കളി. ദേവന്റെ ഫോൺ ഒന്ന് കൊല്ലുപ്പോ. ഇതെനിക്ക് ചെയ്യുമ്പോ ആദ്യം ഓർമ്മ വരുന്ന പാട്ട് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം. ആ പാട്ടിൽ ഈ സീനൊക്കെ ഇല്ലേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വരുന്നത്. അത് ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ എന്തോ ഇത് ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചൊറിച്ചലൊക്കെ വരട്ടെ കയ്യുമ്പോ.
നമ്മുടെ കാലൊക്കെ മാറില്ലേ, അപ്പൊ നമ്മളും മാറും, കാലം മാറും. ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുമ്പോ ഇൻഫെക്ഷനും വരും പിള്ളേർക്ക്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊക്കെ ചെയ്യുന്ന പിള്ളേർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ തന്നെ അവർക്കൊരു അത്ഭുതം. ഹായ് ഹോയ് എന്നൊക്കെ കിടന്ന് കാണിക്കുന്നത് കാണുമ്പോ തന്നെ ഇവന്മാരൊന്നും ഇത് കണ്ടിട്ടേ ഇല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ഈ പറമ്പിലും ഒന്നും ഓടിച്ചാടി നടക്കണ ഇല്ലല്ലോ. ഇപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒക്കെ ആ ഫോണിലുണ്ടാവും. എണ്ണത്തില് 2-3-4 മാമന്മാര് ഇവറ്റങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇപ്പൊ കിട്ടിയത് ഈ കയ്യില് ഈ മാമന്. അപ്പൊ അവറ്റങ്ങൾ വെറുതെ വിടുന്നില്ല, ഒക്കെ കൂടി മാമനെ ഈച്ച പൊതിഞ്ഞ മാതിരിയാ. സ്നേഹമാണ് കേട്ടോ അവറ്റങ്ങൾക്ക്. വല്ലപ്പോഴൊക്കെ കാണാം, കൊല്ലത്തിൽ സത്യം പറഞ്ഞ 2-3 വട്ടൊക്കെ ഇങ്ങനെയൊക്കെ കൂടാ. അപ്പൊ അവറ്റങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യാ കൂടെ ഞങ്ങളും. അപ്പൊ ഞങ്ങളുടെ പറമ്പ് വിശേഷങ്ങൾ ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ദിവസം എൻ്റെ ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല. ഇനിയും കെടുക്കുന്നുണ്ട് 12 മണി വരെ. പക്ഷെ 12 മണി കഴിഞ്ഞാലും ഒരു 2, 3, 4 മണി വരെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും അത് മാക്സിമം ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങളത് എൻജോയ് ചെയ്യും. അപ്പം എൻ്റെ പാർട്ട് 3 രാത്രിയിലത്തെ അംഗങ്ങളാണ്. അതെല്ലാവരും കാണാൻ മറക്കരുത്. പാർട്ട് 3 വരുമ്പോൾ കാണാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം, കൂടെ ഷെയറും ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം. അച്ഛൻ ഇതുവരെ ഇട്ടിട്ടില്ലേ കുഞ്ഞാ? നീ എന്താ വരാഞ്ഞ് ഞങ്ങളുടെ കൂടെ എന്താ വരാഞ്ഞത്? ആ രാത്രി വൈബ് നിങ്ങൾ ആരുടെയും മുഖം കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഭാഗ്യമായിരിക്കുന്നു വീഡിയോക്ക്. മതിയടി എന്തോരായിട്ടായിട്ട് പറയുന്നത്. എത്ര വട്ടായി സബ്സ്ക്രൈബർ ചെയ്ത്. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ.